ഒരു മഹാനഗരത്തിന്റെ പ്രധാന സ്ഥലത്ത് ഒരു വലിയ സിംഹാസനമുണ്ടായിരുന്നു. ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നിരവധി രാജാക്കന്മാർ ദൈവത്തോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു: ദൈവമേ, നീ പ്രത്യക്ഷപ്പെടുക, ഞങ്ങൾ നിന്നെ കാണട്ടെ. എന്നാൽ അവരാരും ദൈവത്തെ കണ്ടില്ല. രാജാക്കന്മാരുടെ മരണശേഷം വിശന്നു വലഞ്ഞ ദരിദ്രനായ ഒരു മനുഷ്യൻ ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് ഇങ്ങനെ മന്ത്രിച്ചു: ദൈവമേ, മനുഷ്യരുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് സൂര്യനെ പോലും കാണുവാൻ സാധിക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ സർവശക്തനായ അങ്ങയെ എങ്ങനെ കാണുവാൻ സാധിക്കും? ദൈവമേ, ദയ തോന്നണമേ. അങ്ങയുടെ ശക്തിയും പ്രൗഢിയും ലഘൂകരിക്കണമേ. അങ്ങനെ ദരിദ്രനും വ്യാകുലചിത്തനുമായ ഞാൻ അങ്ങയെ ദർശിക്കട്ടെ. പാവപ്പെട്ടവന്റെ വിളിക്ക് കാതോർത്ത ദൈവം ഒരു കഷ്ണം അപ്പമായി, ഒരു കപ്പ് ജലമായി, ഒരു കുടിലായി, ആ കുടിലിനു മുന്നിലെ സ്ത്രീയും അവരുടെ കൈക്കുഞ്ഞുമായി മാറി. ദരിദ്രൻ ആനന്ദത്തോടെ പുഞ്ചിരിച്ചു: നന്ദി ദൈവമേ, നീ നിന്നെ തന്നെ ലഘൂകരിച്ചതിന്. ദൈവത്തെക്കുറിച്ച് അന്നുവരെയുള്ള സങ്കല്പങ്ങൾക്ക് എതിരായുള്ള നേർക്കാഴ്ചയാണ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നാം ദർശിക്കുന്നത്. അതെ, സ്വയം ശൂന്യമാക്കപ്പെടുന്ന ദൈവിക സങ്കല്പം. ദൈവം തിരഞ്ഞെടുത്ത താഴ്മയുടെ മഹിമ മനസ്സിലാക്കുവാനുള്ള എളിമ നമുക്കില്ലാത്തതിനാലാണ് പല വഴിയിലും നാം ദൈവത്തെ മറക്കുന്നത്. നാം ഓരോരുത്തരും പിറന്നു വീഴുന്നത് ദരിദ്രനായി തന്നെയാണ്. പിന്നീട് അങ്ങോട്ടുള്ള നേട്ടങ്ങളൊന്നും നാം ഒറ്റയ്ക്ക് നേടിയതല്ല, മറിച്ച് ദൈവം നമുക്കായി കരുതിയതാണെന്ന വാസ്തവം ഇത് നമുക്ക് മറക്കാതിരിക്കാം. തീർച്ചയായും നിന്റെ പ്രാർത്ഥനകൾക്ക് കാതോർക്കുന്നവൻ വിളി കേൾക്കും. ഏവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ.